and they received the money from central government also. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെബി മേത്തർ എംപിയുടെ ചോദ്യം, PV അബ്ദുൽ വഹാബ് എംപിയുടെ ചോദ്യം അടക്കം ചൂണ്ടിക്കാട്ടി ഇന്നലെ വിശദമായ റീല് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഡോക്ടർ വി ശിവദാസൻ എം പി. ഇപ്പോൾ ഡോക്ടർ വി ശിവദാസൻ എം പി തന്നെ റിപ്പോർട്ടറിനോടൊപ്പം ചെയ്യുകയാണ്. ആ ഇൻസ്റ്റാഗ്രാം റീൽ എന്തായാലും കൃത്യമായി സുതാര്യമായി അത് എത്തി എന്നാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിലടക്കം വ്യക്തമാകുന്നത്. എന്താണ് പറയാനുള്ളത്? പാർലമെൻറ്റിൽ PMCയെക്കുറിച്ച് ഞാൻ ആദ്യമായി വെച്ചാൽ ജെബി മേത്തർക്കും വഹാബിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് വിശദമായ ഉത്തരം കിട്ടുകയും ചെയ്തു. ജെബിയും അബ്ദുൽ വഹാബും ചോദ്യം ചോദിച്ചത് വളരെ നല്ല കാര്യമായി. കാരണം എനിക്ക് കിട്ടിയ ആ ഉത്തരത്തെ ഒന്നുകൂടി ശരിവെക്കുന്ന നിലയിലുള്ള ഉത്തരങ്ങൾ അവർക്ക് കിട്ടി. ഞാൻ ചോദിച്ചത് CPIMൻ്റെ പ്രതിനിധിയായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ രാഷ്ട്രീയ ചുമതലയാണ്. ജെബിയും അബ്ദുൽ വഹാബും ചോദിക്കുന്നതിനുള്ള ചോദന, അതിൻ്റെ ആ പ്രചോദനം എന്താണ് എന്ന് എനിക്കറിയില്ല. കാരണം ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരത്തിലൂടെ കോൺഗ്രസ് ആകെ വെട്ടിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലരുടെ സംശയം ഈ ചോദ്യം മറ്റാരെങ്കിലും സതീശൻ വിരുദ്ധ ശക്തികളുടെ സ്വാധീനത്തിലോ ഇടപെടലോ ആണോ ചോദിച്ചത് എന്നൊരു സംശയം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ചോദ്യത്തിന് കിട്ടിയിട്ടുള്ള ഉത്തരത്തിലൂടെ കേരളത്തിലെ ഇന്നലെ മുൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം, അവർ പണം സ്വീകരിച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തത നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ഇനി PMCയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തിട്ടുള്ള വാഗ്ദാനം പാലിക്കുന്നതിന് UDFന്, കോൺഗ്രസിന്, മുസ്ലിം ലീഗിന് പറ്റിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുങ്ങിക്കഴിഞ്ഞു. കളവുകൾ ഓരോന്നും എണ്ണി പറയുന്ന ഒരു റീലാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലടക്കം അത് മറ്റ് CPMൻ്റെ അടക്കം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അതിപ്പോൾ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള തെറ്റായ കാര്യം ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരത്തെ തന്നെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. കാരണം ആ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നതാണ് കേരളത്തിലെ മുൻ സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പണം എന്നുള്ളത് വട്ടപൂജ്യമാണെന്നുള്ളതൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രതികരിക്കണമെന്ന് തോന്നി. സാധാരണ ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്രമേൽ സജീവമായിട്ടുള്ള ഒരാളല്ല. വളരെ അപൂർവമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഏതായാലും അത് ഇപ്പോൾ വേണ്ട ഒന്നാണ്, വേണ്ടിയിരുന്നു, നല്ലതായിരുന്നു എന്ന് നമ്മുടെ സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ മുഴുകിയിരുന്നവരും പറയുക കൂടി ചെയ്തു. അപ്പോൾ ഏതായാലും കൊല്ലേണ്ട സ്ഥലത്ത് അത് കൊണ്ടിട്ടുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. റീലുകൾ എന്തായാലും ജെൻസുകളെ അടക്കം കുറച്ചുകൂടെ രാഷ്ട്രീയ ബോധമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം MPമാരെല്ലാം റീലുകൾ ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം റഹീം MP അങ്ങനെ റീൽ ഇട്ടിരുന്നു, പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ജോൺ ബ്രിട്ടാസ് റീലുകൾ ഇടുന്നു. വി ശിവദാസൻ MPയും അതേ പാതയിൽ തന്നെയാണോ പോകുന്നത്? രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി കിട്ടുന്ന മേഖലയെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലേ. ഏത് സ്ഥലം കിട്ടുന്നോ അവിടെയെല്ലാം നമ്മുടെ നിലപാട് പ്രചരിപ്പിക്കാനും പറയാനും പറ്റുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ റീലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പാർലമെൻറ്റിൽ നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളോട് സംസാരിക്കാതെ, പാർലമെൻറ്റിൽ പ്രാഥമിക ഉത്തരവാദിത്വം നിർവഹിക്കാതെ പ്രധാനമന്ത്രി റീൽസിൻ്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ കാര്യമല്ല. കാരണം പ്രധാനമന്ത്രിയുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണ്? ചോദ്യങ്ങൾക്ക് പാർലമെൻറ്റിൽ ഉത്തരം നൽകണം. ഇന്നലകളിലെ പ്രധാനമന്ത്രിമാർ അത് നൽകിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ, അദ്ദേഹം അർദ്ധരാത്രി മിഡ്-നൈറ്റ് ഭാഷണമാണ്. അർദ്ധരാത്രിയിലെ ഭാഷണം ആരോട് എന്നുള്ളതല്ല. ഇൻസ്റ്റാഗ്രാം പ്രൈം മിനിസ്റ്ററായിട്ട് പോകരുത്. പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റിൽ പറയേണ്ടുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഇൻസ്റ്റാഗ്രാം ഓൺലി പ്രൈം മിനിസ്റ്റർ എന്ന നില ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭൂഷണമല്ല. പത്രങ്ങളോട്, ബഹുജനങ്ങളോട്, ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം റീലിട്ടാൽ പ്രശ്നമില്ല. അത് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള പശു ഞങ്ങളാരും കാണുന്നില്ല. പക്ഷെ പാർലമെൻറ്റിലും പറയണമല്ലോ. പാർലമെൻറ്റിൽ പറയേണ്ടുന്ന കാര്യം പാർലമെൻറ്റിൽ പറയാതെ ആസാമിലെ ഇഷ്യൂ, മണിപ്പൂരിലെ ഇഷ്യൂ, കാശ്മീരിലെ ഇഷ്യൂ, നിങ്ങൾ ഇന്ത്യയിലെ ഭരണഘടനാപരമായി നിങ്ങൾ ബാധ്യതപ്പെട്ട സ്ഥലത്ത് മറുപടി കൊടുക്കാതെ സെൽഫി എടുത്തിട്ട് പറയുന്നതിൽ വല്ല കാര്യമുണ്ടല്ലോ. മാൻ കി ബാത്ത് അല്ല വേണ്ടത്, ജനതാ കി ബാത്ത് ആണ് എന്ന് വെറുതെ അല്ല പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കും. സമൂഹ മാധ്യമങ്ങളിൽ റീലുകളിലൂടെ രാഷ്ട്രീയം പറയുന്നത് തുടരും. റീലുകളിലൂടെ മാത്രം പറയുകയല്ല, ബഹുജനങ്ങൾക്കിടയിൽ നടത്തുന്ന സമരസംഘടനാ പ്രവർത്തനത്തിന് കിട്ടുന്ന എല്ലാ സാധ്യതയും എവിടെയെല്ലാം കിട്ടും അതൊക്കെ ഉപയോഗിക്കുക. നിങ്ങളോട് പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. നിങ്ങളോട് രാഷ്ട്രീയം പറയുകയാണ്, കിട്ടുന്ന സമയമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് അക്കാര്യത്തിൽ. ഇനിയും രാഷ്ട്രീയം പറയും സമൂഹ മാധ്യമങ്ങളിലൂടെ. അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ എവിടെയൊക്കെ എത്തരത്തിൽ എന്തൊക്കെയുണ്ടോ അതിലെല്ലാം കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി പ്രതിഫലിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഡോക്ടർ വി ശിവദാസൻ MP റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ചാനലിൽ സതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്. ഇൻ റിപ്പോർട്ടർ, ദില്ലി.